അക്ഷരവീട് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ് കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗമാണ് ഇന്നത്തെ ക്ലാസ്. വാക്ക് എന്ന കുറുങ്കഥയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. കുറുങ്കഥ നമുക്കൊന്ന് വായിച്ചു നോക്കാം. യന്ത്രമനുഷ്യൻ കൈനീട്ടി പൂവിൽ നിന്ന് ഒരു ചിത്രശലഭത്തെ നുള്ളിയെടുത്തു. കരകര ശബ്ദത്തിൽ അവൻ ചോദിച്ചു, "നീയാരെ?" ചിറകടിച്ച് ശലഭം വിക്കി. ഞാൻ നിർദ്ദയമായി അവൻ പറഞ്ഞു. "ഞാൻ നിന്നെ വിശദമായി ഒന്ന് പഠിക്കട്ടെ." അവയവങ്ങൾ ഓരോന്നായി മുറിച്ചെടുത്ത് അവൻ മുരണ്ടു. ചായം കോരിയൊഴിച്ച ചിറകുകൾ, വല്ലാത്ത മൃദുവായ ഒരുടൽ, വെറുതെ തിളങ്ങുന്ന 2 കണ്ണുകൾ, തേനൊട്ടുന്ന കുഴൽ ചുണ്ട്, പൊടി പുരണ്ട കാലുകൾ. ഛെ, എന്തൊരു വൃത്തികെട്ട ജീവി! ഞങ്ങളുടെ ലോകത്തിൽ നിനക്കെന്തു കാര്യം? ഗ്രേസിയുടെ കുറുങ്കഥകൾ. യാന്ത്രികത മനുഷ്യനെ നിയന്ത്രിക്കുന്ന കാലമാണല്ലോ. യന്ത്രമനുഷ്യൻ ചിത്രശലഭത്തെ നുള്ളിയെടുത്ത് അതിനെ നിർദ്ദയമായി പരിശോധിച്ചുകൊണ്ട്, "എന്തൊരു വൃത്തികെട്ട ജീവി! ഞങ്ങളുടെ ലോകത്തിൽ നിനക്കെന്തു കാര്യം?" എന്ന് ചോദിക്കുകയാണ്. പൂമ്പാറ്റയുടെ സൗന്ദര്യം എല്ലാവരും ആസ്വദിക്കുന്നതാണ്. അതിനെ ഇഷ്ടമില്ലാത്തവരായി ആരുമില്ല. സൗന്ദര്യം ആസ്വദിക്കുന്നത് ഹൃദയം കൊണ്ടാണ്, തലച്ചോറ് കൊണ്ടല്ല. യാന്ത്രികത മനസ്സിനെ മറികടക്കുന്ന കാലം വരികയും നിർമ്മിത ബുദ്ധി മനുഷ്യരിൽ കടന്നു കയറുകയും ചെയ്യുന്ന കാലത്തിൻ്റെ ആകുലതകൾ ചർച്ച ചെയ്യുന്ന കുറുങ്കഥയാണ് ഗ്രേസി എഴുതിയ വാക്ക്. എന്താണ് കുറുങ്കഥ? ഫ്ലാഷ് ഫിക്ഷൻ എന്നറിയപ്പെടുന്ന സാഹിത്യരൂപമാണ് കുറുങ്കഥകൾ. ചെറിയ കഥകളായിരിക്കും, എന്നാൽ വലിയ ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഇങ്ങനെയുള്ളവയെയാണ് കുറുങ്കഥകൾ എന്ന് പറയുന്നത്. വലിയ ആൽമരത്തെ വിത്ത് ഉൾക്കൊള്ളുന്ന പോലെ ഗംഭീരമായ ഒരാശയത്തെ കുറുങ്കഥകൾ ഉൾക്കൊള്ളുന്നു. മലയാളത്തിൽ ഒ.വി. വിജയൻ, കുഞ്ഞുണ്ണി മാഷ്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, പി.കെ. പാറക്കടവ് എന്നിവരും കുറുങ്കഥയുടെ മർമ്മം തിരിച്ചറിഞ്ഞവരാണ്. ഇതിലെ പഠന പ്രവർത്തനം വായിച്ചു നോക്കാം. വാക്ക് എന്ന കുറുങ്കഥ വായിച്ചല്ലോ. കഥയെ അടിസ്ഥാനമാക്കി ഒരു ആനിമേഷൻ ചിത്രം നിർമ്മിച്ച് നവമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുക. ഒരു ആനിമേഷൻ ചിത്രം നിർമ്മിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലഭിച്ച കഥ വായിച്ച് തിരക്കഥയുടെ രൂപത്തിലാക്കണം. കഥാപാത്രങ്ങൾക്ക് അനുസൃതമായ രൂപം നൽകണം. കഥയ്ക്ക് അനുയോജ്യമായ പശ്ചാത്തലം സൃഷ്ടിക്കണം. സംഭാഷണങ്ങൾ ഡബ്ബ് ചെയ്യണം. പശ്ചാത്തല സംഗീതം കൊടുക്കണം. അത്തരത്തിലുള്ള ഒരു ആനിമേഷൻ ഈ കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കണം. ഇനി പാഠഭാഗത്തിലെ ബന്ധവാക്യം വായിക്കാം. മായാത്ത കഥകളിലെ നക്ഷത്ര കണ്ണുകൾ, പാൽപുഞ്ചിരികൾ, അകന്നു പോകുന്ന താരാട്ടിനീണങ്ങൾ. എന്താണിതിൻ്റെ ആശയം? നക്ഷത്ര കണ്ണുകളും പാൽപുഞ്ചിരിയും താരാട്ടുപാട്ടും ആരെയൊക്കെയാണ് ഓർമ്മിപ്പിക്കുന്നത്? കുഞ്ഞിനെയും അമ്മയെയും. അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിവരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? ആദ്യമായി കഥകൾ പറഞ്ഞു തന്ന് ഉറക്കുകയും ഊട്ടുകയും ചെയ്തിരുന്നത് അമ്മയല്ലേ? അത്തരം കഥകൾ കേൾക്കുമ്പോൾ കണ്ണുകളിൽ നക്ഷത്ര തിളക്കവും ചുണ്ടുകളിൽ പാൽപുഞ്ചിരിയുമായി അമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്തു നോക്കൂ. കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി കാണുമ്പോൾ അമ്മയുടെ സന്തോഷം എത്രമാത്രമായിരിക്കും. അമ്മയും കുഞ്ഞുമായിട്ടുള്ള സ്നേഹബന്ധമാണ് ഈ വരികളിൽ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ശബ്ദമാണ് അമ്മ. പാലിനൊപ്പം ജീവിതം കൂടി പകർന്നു തരുന്നവൾ. താരാട്ടുകളുമായി നമ്മെ സ്വർഗസമാനമായി മുന്നോട്ട് നയിച്ചവളാണ് അമ്മ. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു തിരക്കഥയാണ്. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ തിരക്കഥയുടെ കുറച്ചു ഭാഗങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്.
സീൻ 31 പകൽ. പറമ്പിൽ ആടിനെ അഴിച്ച് മേലേക്ക് വരുന്ന അമ്മ. ഒപ്പം അംബികയും ബിന്ദുവും ഋതുവുമുണ്ട്. ബിന്ദു: അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്കുള്ള കിടന്നുള്ള അലച്ചിലും ബുദ്ധിമുട്ടുമൊക്കെ ഒന്ന് അവസാനിക്കാൻ പോവുക. അമ്മ: എനിക്ക് എന്തോന്ന് അലച്ചില്? ബിന്ദു: അത് കണ്ടു നിൽക്കുന്ന നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. പതുക്കെ: അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. ആടിനെ കെട്ടി പശുവിൻ്റെ അരികിലെത്തി. അതിന് വെള്ളം കൊടുക്കുന്ന അമ്മ. മെല്ലെ അംബിക: ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. അത് കേൾക്കാത്തതുപോലെ. ബിന്ദു: കുഴപ്പമുണ്ടോന്നുള്ളതല്ല, അമ്മയ്ക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. പാതി അംബികയോടായി. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവരെ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നല്ല കംഫർട്ടബിളായിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയ സെൻറ്റർ നോക്കി അങ്ങോട്ട് മാറും. മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവർ കമ്പനി കൂടി ആകുമ്പോൾ കാണണം ചിലരെയൊക്കെ. എന്ത് ഹാപ്പിയാണെന്നറിയാവോ. അങ്ങനെയൊരു സ്ഥലം അമ്മയെ കൊണ്ട് ചെന്ന് കാണിക്കാൻ പോവുക. അമ്മ: എന്നിട്ട്? ബിന്ദു: എന്നിട്ടൊന്നുമില്ല. അവിടെ ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക. അമ്മ: വെറുതെ ഇരുന്നിട്ട്? ബിന്ദു: വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രയറുണ്ട്, എക്സർസൈസ് ഉണ്ട്, സകല ഡയാലിസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷേ കുറെ കൂടെ കംഫർട്ടബിളായ ഒരു വീട്. അമ്മയുടെ മുഖത്ത് ക്രമേണ ശ്രദ്ധയേറുന്നുണ്ട്. ബിന്ദു: അമ്മ അത്തരം സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അമ്മ: സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെ ആർക്കും പ്രത്യേകിച്ചൊരു പണിയില്ല. അവിടെ പിന്നെ ആടാം പാടാം, അങ്ങനെയും കൂടെയൊക്കെ ഉണ്ട്. അംബിക ചിരിച്ചു. ബിന്ദു: അയ്യോ അമ്മേ, ഇത് സ്വർഗലോകമല്ല, ഇതിൻ്റെ പേര് ശരണാലയം. സീൻ 32 പകൽ. വീട്. പുറത്ത് ഉമ്മർത്തോ മറ്റോ അമ്മയും മകനും. അമ്മ നാരായണൻകുട്ടിയെ നോക്കി. അമ്മ: നാരായണൻകുട്ടി, ഇത് വല്ലതും കേട്ടായിരുന്നോ? നാരായണൻകുട്ടി: ആ, ഇവിടം വിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നത്. നാരായണൻകുട്ടിയുടെ മൗനം. ഗോപനെ ലേശം ചുണ്ടി പിടിപ്പിച്ചു. ഗോപൻ: ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ. അമ്മ: ആണോടാ? നാരായണൻകുട്ടി: ആ, ഏതാണ്ടെല്ലാം പറഞ്ഞു. അമ്മ: അപ്പോൾ നീയും കൂടെ അറിഞ്ഞോണ്ടാണോ എന്നോട് ഇത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? അവരുടെ സ്വരത്തിൽ പെട്ടെന്നൊരു വിതുമ്പൽ വന്നു. ഉടൻ തന്നെ അവരത് നിയന്ത്രിച്ചു. പിറകിൽ അംബിക കടന്നു വന്നു നിന്നു. നാരായണൻകുട്ടി: ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണി കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാശ് വേണം. അതിന് ഈ വീട് കൊടുത്താലോ എന്നവൻ എന്നോട് ചോദിച്ചു. അവൻ്റെ ഷെയറിലാ വീട്. എനിക്കത് തലയിടാനൊക്കില്ല. ഗോപനും ലേശം ചൂട് കയറി. ഗോപൻ: അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവുകയില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അത് എത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിലിരിക്കുന്ന കാര്യങ്ങളാ. എല്ലാവരും കൂടി ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാ. ചേട്ടനെ ഉദ്ദേശിച്ച്. അതിനാരും തയ്യാറാവുന്നില്ലെന്ന് പറഞ്ഞാൽ? അംബിക പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട്: വീടും പറമ്പും ഗോപൻ്റെ ഷെയറാ. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലില്ലല്ലോ. സീൻ 60 തിങ്കളാഴ്ച രാവിലെ. അമ്മ വീടിൻ്റെ പടിയിറങ്ങി. അമ്മയുടെ കയ്യിലൊന്നുമില്ല, ഒരു തുണിസഞ്ചി പോലും. എല്ലാവരുമുണ്ട്. 2 മക്കളും അവരുടെ കുടുംബവും. വേണുവും അശോകനും അമ്മണിയും. മുറ്റത്ത് ഒരു ടൂറിസ്റ്റ് അംബാസഡർ കിടപ്പുണ്ട്. ഡ്രൈവർ കാത്തു നിൽക്കുന്നു. പിൻസീറ്റിൽ അമ്മയ്ക്ക് തലയണയും കുഷ്യനുമൊക്കെയുണ്ട്. അമ്മ കരയുന്നില്ല. ഒരുതരം പ്രത്യേക പ്രസന്നത മുഖത്ത്, മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ. കാറിനടുത്തെത്തി അമ്മ നിന്നു. അമ്മ എന്നാ എല്ലാവരോടും. ആരുമൊന്നും മിണ്ടിയില്ല. കുനിഞ്ഞ് കുട്ടിയെ വാരിപ്പിടിച്ച് കവിളിൽ ആഴമുള്ള ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് വിതുമ്പലൊതുക്കാൻ ബന്ധപ്പെട്ടു. അമ്മ: പോട്ടെ മക്കളെ. ഋതു: അമ്മൂമ്മ അവിടുന്ന് ഫോൺ ചെയ്യണം. അമ്മ: ചെയ്യാം. ഋതു: ഇന്ന് വിളിക്കണം. ശാഠ്യത്തോടെ.
അമ്മ ഇന്നിപ്പോൾ എന്താ വിളിക്കാൻ, നാളെ വിളിക്കാം. ഋതു എപ്പോൾ? അമ്മ നാളെ രാവിലെ. ഋതു രാവിലെ എത്ര മണിക്ക്? അമ്മ മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ വിളിക്കാം. കുട്ടി തലയാട്ടി. അംബികയുടെ കണ്ണുകളിൽ നനവ് വീണു. മറ്റാരും കാണാതെ അവളത് മാനേജ് ചെയ്തു. നാരായണൻകുട്ടി വന്ന് ഡോർ തുറന്നു പിടിച്ചു നിന്നു. അമ്മ കുട്ടിയെ വിട്ട് ഒരു സ്റ്റെപ്പ് കാറിനരികിലേക്ക് വെച്ചു. എല്ലാവരോടുമായി. അമ്മ പശുവിൻ്റെ ആടിൻ്റെ കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവൾക്കാ. അവളത് നിങ്ങൾ പോയിട്ട് വേണ്ട പോലൊക്കെ വേദിച്ചു കൊടുത്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നിന്നോട്ടെ. അമ്മിണി കണ്ണു തുടച്ചു. അമ്മ നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദയിപ്പിക്കാനിടയായാൽ ആ മാവ് തന്നെ വെട്ടണം. നാരായണൻകുട്ടി അസ്വസ്ഥനായി അംബികയെ നോക്കി. കാറിലേക്ക് കയറാനായി ഡോറിൽ പിടിച്ച് പെട്ടെന്നോർത്തതുപോലെ അമ്മ തിരിഞ്ഞു നിന്നു. അമ്മ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്. ഞാനിപ്പോൾ എങ്ങോട്ടാ പോവാണല്ലോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. പിള്ളേർ പോലും. എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട്. അമ്മ കാറിലേക്ക് കയറിയിരുന്നു. നാരായണൻകുട്ടി ഡോറടച്ചു. അകലെ പശു കരഞ്ഞു. അമ്മ ഞെട്ടലോടെ അവിടേക്ക് നോക്കി. അമ്മയുടെ കാഴ്ചപ്പാടിൽ അകലെ പറമ്പിൽ പശു. അത് നീട്ടിക്കരഞ്ഞു. വേറെ അവിടെ എവിടെ നിന്നോ വേറൊന്നുകൂടി. പി. പത്മരാജൻ. പത്മരാജൻ്റെ തിരക്കഥകൾ. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ തിരക്കഥയുടെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. പി. പത്മരാജൻ രചനയും സംവിധാനം നിർവഹിച്ച 1955 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ആ വർഷത്തെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഈ ചിത്രം നേടി. ചലച്ചിത്രത്തിനായോ ടെലിവിഷൻ പ്രോഗ്രാമുകൾക്കായോ ഹ്രസ്വചിത്രത്തിനായോ എഴുതുന്ന രേഖയാണ് തിരക്കഥ. സിനിമ എന്ന ദൃശ്യകലയുടെ സാഹിത്യരൂപം എന്ന് ചുരുക്കി പറയാം. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിനിമയുടെ കഥ ചുരുക്കി പറയാം. അമ്മയുടെ പിറന്നാളിന് ബോംബെയിലും വിദേശത്തുമുള്ള മക്കളായ നാരായണൻകുട്ടിയും ഗോപനും കുടുംബസമേതം എത്തുന്നു. മകളായ മാലിനിയുടെ മകൻ വേണുവും മക്കളും കൊച്ചുമക്കളുമൊത്ത് പിറന്നാൾ അമ്മ നന്നായി ആഘോഷിക്കുന്നു. എന്നാൽ തൻ്റെ ഓഹരിയിൽ വന്ന തറവാട് വീടും പറമ്പും വിൽക്കാൻ തീരുമാനിച്ച ഗോപനും ഭാര്യ ബിന്ദുവും അക്കാര്യം ജ്യേഷ്ഠനായ നാരായണൻകുട്ടിയോടും ഭാര്യ അംബികയോടും അമ്മയോടും പല മട്ടിൽ അവതരിപ്പിക്കുന്നു. അതിനുവേണ്ടി അമ്മയെ ശരണാലയത്തിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ച വിവരം കൂടി അറിയിക്കുന്നു. അതോടെ ആ കുടുംബത്തിൻ്റെ സകല സന്തോഷവും അവസാനിക്കുന്നു. എന്നാൽ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും താൻ മൂലം ഇല്ലാതാവരുതെന്ന് കരുതി അമ്മ മനസ്സോടെ അതിന് സമ്മതിക്കുന്നു. ശരണാലയത്തിലേക്ക് പോകും മുമ്പ് തൻ്റെ പശുക്കളെയും ആടുകളെയും മീനുവിനെയും അശോകനെയും ഏൽപ്പിക്കുന്നു. അമ്മയെ ശരണാലയത്തിലാക്കി മടങ്ങി വന്നതിന് ശേഷം ആ വീട്ടിലെ മുൻ ആശ്രിതനായിരുന്ന കുഞ്ഞനുമായി മകൻ നാരായണൻകുട്ടി വഴക്കുണ്ടാക്കുന്നു. എന്നാൽ പിറ്റേന്ന് ശരണാലയത്തിൽ നിന്നും അമ്മയുടെ ഫോൺ വിളി പ്രതീക്ഷിച്ച മക്കൾക്ക് ലഭിച്ച വാർത്ത അമ്മയുടെ മരണത്തെക്കുറിച്ചായിരുന്നു. അമ്മയുടെ ആഗ്രഹം പോലെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അമ്മയുടെ കട്ടിലിൽ കിടത്തി അമ്മ പറഞ്ഞ മാവ് വെട്ടി പറമ്പിൽ ദഹിപ്പിക്കുന്നു. അമ്മയില്ലാത്ത വീട്ടിൽ നിന്ന് ദുഃഖിതരായ നാരായണൻകുട്ടിയും കുടുംബവും മടങ്ങുന്നു. അമ്മയില്ലെങ്കിലും ബന്ധങ്ങൾ അകന്നു പോകില്ലെന്ന ഉറപ്പോടെ വീട് വാങ്ങാമെന്ന് പറഞ്ഞ കുഞ്ഞൻ പിന്മാറുന്നു. കുറ്റബോധം കൊണ്ട് തകർന്നുപോയ ഗോപൻ ഒടുവിൽ തൻ്റെ വിദേശയാത്ര മതിയാക്കി ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞ ആ പഴയ വീട്ടിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നു. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിനിമ ഒരു പഴയ സിനിമയാണ്. എല്ലാവരും ഒന്ന് കാണണം. അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.